എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ്. അനക്കാൻ വയ്യ. എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി ഷഫീനെ, നീ നിർത്തിയില്ലേടി നാണമില്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കി ഇതാക്കുന്നത്. എടി, നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട. ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറേ മരവാഴകളില്ലേ, അവർ കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന മരവാഴകളില്ലേ, അവർ കാണാനിട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ? നീ ഇട്ടുകൊണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നീ ഇട്ടുകൊണ്ടിരിക്കും ഷഫീന. കേട്ടോടി? നിന്നെ എടിയും തന്നെ വിളിക്കുന്നു. നീ എന്നെ എടിയെന്നല്ലേ വിളിക്കുന്നത്? കേട്ടോടി? എടുത്ത് വാങ്ങിച്ചിട്ട് താമസിക്കരടി. വല്ലവന്റെ പറമ്പിൽ പിച്ച എടുത്ത് കിടക്കുന്ന പിച്ചക്കാരി, ഇറങ്ങിപ്പോടി. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ രണാസുനയുടെ ഒരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും. അപ്പൊ എന്തായാലും നമ്മുടെ രണാസുന വന്നിട്ട് ഷെഫീന ബീവിക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുക. എടി നീ എന്നെ എന്താടി പറയുന്നത്? ഞാൻ നിന്റെ വീഡിയോ ഒന്നും കാണുന്നില്ല, മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഷെഫീന ഭയങ്കരമായിട്ട് അങ്ങ് വെല്ലുവിളിക്കുകയാണ്. രണാസിന് പറയാറുണ്ട്, അവരെ ആരൊക്കെ വിമർശിക്കുന്നു അവരുടെ വീഡിയോ ഒന്നും കാണാറില്ല, മറ്റതാ മറിച്ചത് എന്നൊക്കെ ഇവര് പറയാറുണ്ട്. പിന്നെ എങ്ങനെ ഷെഫീന ഇത്തയും ബാക്കിയുള്ളവർ ഇവരെ കുറിച്ച് പറയുന്നതൊക്കെ ഇവരെങ്ങനെ അറിയുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച രേണുസുതി ചേർത്തലയിൽ ഇനാഗ്രേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അന്ന് വൈകുന്നേരം ഞാൻ രേണുസുതിയെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ രേണുസുതി കണ്ടു. എന്നിട്ടാണ് രേണുസുതി എനിക്കെതിരായിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടത്. അന്ന് രേണു പറഞ്ഞ എന്താ, അവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞ എന്തുവാ, എന്നെ വിമർശിക്കുന്നവരുടെ ചിലരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ടെന്ന്. ഇന്ന് വന്നിട്ട് പറയുന്നു എന്നെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് കാണാനേ പോവാറില്ലെന്ന്. എന്താ ഇതിനൊക്കെ പറയണ്ടേ? എന്താ, വേറെ ആരെ പോയി വെല്ലുവിളിച്ചാലും വേണ്ടിയില്ല, പക്ഷെ ഷെഫീനത്തെ പോയി വെല്ലുവിളിച്ചാൽ അത് രേണുസുതിയുടെ കഷ്ടകാലം എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷെഫീന ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതില് രേണുസുതിക്കുള്ള കിട്ടില മറുപടി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം ഇതുപോലെ കൊടുക്കണം ഈ രണാസുനയ്ക്കുള്ള മറുപടി. എന്തായാലും ആ ലൈവിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഷെഫീന രണാസുനയ്ക്ക് കൊടുക്കുന്ന കിട്ടില മറുപടി. അപ്പൊ നാണം വേണ്ടത്? നാണം ആർക്ക് വേണോടി? എനിക്ക് വേണോ അത് നിനക്ക് വേണോ? പാവപ്പെട്ട ബിഷപ്പ് കൊടുത്താണ്. സത്യമാണ്, ഇങ്ങേർക്കാണ് കൊടുക്കേണ്ടത്. അർഹതയുള്ള എത്ര മനുഷ്യരുണ്ട്, എത്ര പേര് ഇവിടെ കിടക്കുന്നു. രേണു താത്താന്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അവളോട് ഈ നിമിഷം എന്താ പറയാ ആഗ്രഹം? ഇറങ്ങിപ്പോടി നാറിച്ചി, ഇറങ്ങിപ്പോടി കൂറച്ചി, ഇറങ്ങിപ്പോടി കൂത്തിച്ചി, ഇറങ്ങിപ്പോടി നാറി. വല്ലവന്റെ പറമ്പിൽ പെറ്റ് കിടക്കാതെ വസ്തു പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് താമസിക്കരടി. വല്ലവന്റെ പറമ്പിൽ പിച്ച എടുത്ത് കിടക്കുന്ന പിച്ചക്കാരി, ഇറങ്ങിപ്പോടി. വല്ലവന്റെ പറമ്പിൽ കേറി അട്ടിപ്പേറ് കിടക്കുന്ന പിച്ചക്കാരി, ഇറങ്ങിപ്പോടി. വല്ലവന്റെ പറമ്പിൽ എന്തിനടി കിടക്കുന്നത്? ഇറങ്ങിപ്പോടി. നിനക്ക് സ്വന്തം നിന്റെ വീടാണോ അത്? നിന്റെ വീടല്ലല്ല. ഇറങ്ങിപ്പോടി നാറി. നീ എന്തിനടി വല്ലവന്റെ പറമ്പിൽ കിടക്കുന്നത്? അയാള് തന്ന എച്ചിലാണ്, അയാള് തന്ന അപ്പിയാണ്. അത് വാരി തിന്നുകൊണ്ട് അവിടെ മിണ്ടാതെ പൊത്തിക്കൊണ്ടിരുന്നു. നീ വേറെ ആരെ പറയാൻ ലായക്കല്ല, മനസ്സിലായടി? നീ വേറെ ആരെ പൊക്കിളും കാണിച്ച് നിന്റെ അപ്പവും കാണിച്ച് അതിൽ കൂടെ വരുമാനം ഉണ്ടാക്കുന്ന നിനക്ക് ഷെഫീനായ പറയാനുള്ള ഒരു യോഗ്യതയില്ലടി നാറി, ഒരു യോഗ്യതയില്ല. മനസ്സിലായ? അപ്പം കാണിച്ചല്ലടി പൈസ ഉണ്ടാക്കേണ്ടത്, മനസ്സിലായ? മാപ്പിള ചത്ത് മലന്നാ ഉടനെ അവന്റെ പേരും പറഞ്ഞ് അപ്പവും കാണിച്ചോണ്ട് നടക്കുന്നിട്ടാണ് അവള് കാശുണ്ടാക്കണത്. ഞാൻ ഞാണുക്കുണി, നീ ഞാണുക്കുണി. അവളൊരു ഞാണുക്കുണി വന്നിരിക്കുന്നത്. നാലിയാങ്കുഴി പടക്കമേ, എന്റെ വായേന്ന് കേക്കരുത് പടക്കമേ. ജബീനായ അവളെ ഇവിടെന്നൊക്കെ വിളിച്ച് സംസാരിച്ചെന്ന് പടക്കോന്നോട്ട് അങ്ങറ്റത്തെ ഭാഷയാണ് സംസാരിക്കും. മനസ്സിലായ എനക്ക്? സത്യം പറഞ്ഞ മറുപടി എന്നൊക്കെ പറഞ്ഞ ഇതാണ് മറുപടി. ഇങ്ങനെ പറയണം. കാരണം ഇതേ രീതിയിലുള്ള ഒരു മറുപടി അവർക്ക് അർഹതപ്പെട്ടത് തന്നെ രേണുസുതിക്ക്. ഇത്രയും വലിയ നാർത്തരങ്ങൾ കാണിക്കുന്നതും പോരാഞ്ഞിട്ട് അതാരും പറയാൻ പാടില്ല. ഇതൊക്കെ പോട്ടെ, ആ സ്ഥലം കൊടുത്ത ബിഷപ്പ് ഉണ്ടല്ലോ, ആ ഒരു ബിഷപ്പിനെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താവുന്നതിന്റെ പരമാവധി നാണം കെടുത്തി അങ്ങയുടെ സമാധാനവും സന്തോഷവും മാനസിക നില തന്നെ തെറ്റിയൊരവസ്ഥയാണ്. അവസാനം സഹി ഇട്ടിട്ട് ആ ഒരു ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. എന്നിട്ട് ഇപ്പൊ തിരിച്ച് ബിഷപ്പിന് വക്കീൽ നോട്ടീസ് അയച്ചേക്കുക, അവക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. എന്താ ഇതിനൊക്കെ ഇവക്ക് മറുപടി പറയേണ്ടത്? നാണവും മാനവും ഇല്ലാതെ ആ ഒരു ബിഷപ്പ്
കൊടുത്ത സ്ഥലത്ത് കിടന്നുകൊണ്ട് തന്നെ ആ ഒരു ബിഷപ്പിനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നു. ദേ ഇപ്പൊ ആ ഒരു ബിഷപ്പിനെതിരായിട്ട് കേസ് അവളും ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഇവളെ എന്താ പറയണ്ടേ? നാണമുണ്ടോ ഇവക്ക്? ആ ഒരു ബിഷപ്പിന്റെ ഭിക്ഷയിലാണ് അവള് കിടക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് വെക്കാൻ കൊടുത്ത സ്ഥലമാണ്. അദ്ദേഹം ചെയ്ത ഒരു നല്ലൊരു കാര്യമാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് അത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ അവിടെ കിടന്ന് വിലസി ബിഷപ്പിനെ ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു പുരോഹിതനല്ലേ? ഏതെങ്കിലും രീതിയിൽ അവൾക്കൊരു ദ്രോഹം ആ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ? പോട്ടെ, ഇവള് ഫിറോസിനെ പറയുന്നെങ്കിൽ ഓക്കെ, അവള് പറയട്ടെ. കാരണം വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടെന്ന് പറയുന്നു, എവിടെയൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അവള് ഫിറോസിനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് കേട്ടിരിക്കാം. പക്ഷെ ഇത് ഒന്നിനുമില്ലാതെ ആ സ്ഥലം ഇഷ്ടദാനമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ആ ഒരു ബിഷപ്പിനെ ഈ മാതിരിയൊക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനൊക്കെ മറുപടി പറയണ്ടേ? ഇവളുടെ കുറെ അന്തം ഫാൻസ് വന്ന് കമന്റ് ഇട്ട് മെഴുകുന്നുണ്ട്. ഫേസ്ബുക്കിലാണ് കൂടുതൽ. ആ കമന്റ് ഇട്ട് മെഴുകുന്ന എനിക്ക് പറയാനുള്ളത്, ഒരു തെറ്റും ചെയ്യാതെ നല്ലൊരു പ്രവൃത്തി ചെയ്ത ഒരു പുരോഹിതൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെക്കാൻ 7 സെന്റ് സ്ഥലം കൊടുത്തു ഒരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ പേരിൽ ഇന്ന് അദ്ദേഹത്തിന്റെ സമനില തന്നെ തെറ്റിയൊരു അവസ്ഥയാണ്. അവൾക്കെതിരായിട്ടൊരു വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ അവള് തിരിച്ച് അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അപ്പൊ ഇവളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവളെ കുറിച്ച് ഏതെങ്കിലും ഒരു ആൾക്കാർ നല്ലത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കുറെ അന്തം ഫാൻസ് ഉണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവളെ പോലെ തന്നെയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. സഹായിച്ചവരെയും അല്ലെങ്കിൽ നമുക്ക് നല്ലത് ചെയ്യുന്നവരെയും ഈ പാലം കേറുന്നവരെ നാരായണ നാരായണ, പാലം കയറി കഴിയുമ്പോ കൂരായണ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പാണ് ഇവള്. അപ്പൊ എന്തായാലും ഷെഫീന ഇത്തയുടെ ഈ ഒരു മറുപടി ഇത് ഇവക്ക് അർഹതപ്പെട്ടതാണ്. ഇവക്ക് ഇത് തന്നെ കിട്ടണം. ഇവളുടെ സ്വഭാവം എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഇപ്പൊ ഏകദേശം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അവള് തന്നെ പറയുന്നുണ്ട് അവൾക്ക് നാണോ ഇല്ല മാനോ ഇല്ല ഒന്നുമില്ല എന്ന്. അവള് റീച്ചിന് വേണ്ടി, നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ടാണ് അവൾ ഈ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം. കൂടി വന്ന ഒരു 3-4 മാസം കൂടി ചിലപ്പോൾ ഇവൾ ഇതുപോലെ ഹൈപ്പിൽ നിൽക്കുമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഇവളുടെ ഈ ഹൈപ്പൊക്കെ അങ്ങ് പോകും. അപ്പൊ ഇവക്ക് മനസ്സിലാകും. ഇവൾക്ക് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവളെ സഹായിക്കാനായിട്ട് ഈ ബിഷപ്പ് അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇവക്ക് ഇവൾ എന്തൊക്കെയോ ആയി എന്ന് കണ്ടപ്പോ ഇവള് സഹായിച്ചവരെ തന്നെ ആദ്യം ചെളി വാരി തേച്ച് അവളുടെ ഇപ്പൊ ഉള്ള ഈ ഒരു പ്രശസ്തിയും ഈ ഹൈപ്പും ഒക്കെ അങ്ങ് പോകും. കൂടി വന്ന ഒരു 5-6 മാസം പോട്ടെ, ഒരു വർഷം വരെയൊക്കെ ഈ ഒരു ഹൈപ്പിലൂടെ നിൽക്കുമായിരിക്കും. അത് കഴിയുമ്പോ ഉണ്ടല്ലോ, ആർക്കും വേണ്ടാതെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ രേണു സുധി മാറും. അപ്പോഴും ഈ അഹങ്കാരവും ഈ കുന്തളിപ്പും ഒക്കെ ഉണ്ടാവണം. എന്തായാലും ഷെഫീനയിത്ത കൊടുത്ത മറുപടി കുറഞ്ഞു പോയി എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതിലും കുറച്ചുകൂടെ നന്നായിട്ട് ഇവക്ക് കൊടുക്കണമായിരുന്നു. ഇവക്ക് ഇത് തന്നെ കൊടുക്കണം. എനിക്ക് പേടിയാ. ഒരു മിനിറ്റ് കൊട പിടിച്ചാലേ ഒരു വലിക്ക് കയറി വരേണ്ട സാധനമാണ്. അടുത്ത